അവതാരിക തുടരുന്നു. പുരിയിലെ രഥോത്സവത്തെ അനുസ്മരിപ്പിക്കുമാറ് അഭയും തൻ്റെ രഥയാത്ര 8 ദിവസങ്ങളിലായി ആഘോഷിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഇതിനായി അവിടെ വന്നു ചേർന്നു. പിന്നെ അയൽ വീടുകളിലെ കുട്ടികളെല്ലാം ചേർന്ന് മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടും മൃദംഗങ്ങളും കരതാളങ്ങളും മുഴക്കിക്കൊണ്ടുമുള്ള മധുരകരമായ കീർത്തനങ്ങളോടെ രഥത്തെ അത്യുത്സാഹത്തോടുകൂടി മുന്നോട്ടു വലിച്ചു കൊണ്ടുപോയി. 6 വയസ്സ് തികഞ്ഞപ്പോൾ തനിക്ക് ആരാധന നടത്തുവാനായി സ്വന്തമായൊരു വിഗ്രഹം വേണമെന്ന് അഭയ് അച്ഛനോട് ആവശ്യപ്പെട്ടു. കുഞ്ഞുനാൾ മുതൽ തന്നെ അച്ഛൻ വീട്ടിൽ ചെയ്യുന്ന പൂജാരീതികളെല്ലാം അവൻ ശ്രദ്ധിക്കുമായിരുന്നു. കൂടാതെ ശ്രീ രാധാഗോവിന്ദ ക്ഷേത്രത്തിലെ ആരാധനാ രീതി കണ്ടും അവൻ ആലോചിക്കുമായിരുന്നു. ഇതേ രീതിയിൽ കൃഷ്ണനെ ആരാധിക്കാൻ എനിക്ക് എന്നാണാവോ സാധിക്കുക? അഭയുടെ ആഗ്രഹം കേൾക്കേണ്ട താമസം അച്ഛൻ ഗൗർ മോഹൻ ചെറിയ രാധാകൃഷ്ണ മൂർത്തികൾ അവന് സമ്മാനിച്ചു. അന്നേ നാൾ മുതൽ അഭയ് എന്തും കഴിക്കുന്നതിനു മുമ്പായി അത് ആദ്യം രാധാകൃഷ്ണന്മാർക്ക് സമർപ്പിക്കും. തൻ്റെ അച്ഛനെയും രാധാഗോവിന്ദ ക്ഷേത്രത്തിലെ പൂജാരിയെയും അനുകരിച്ച് അവൻ തൻ്റെ കൊച്ചു മൂർത്തികൾക്ക് എന്നും നെയ്വിളക്കു കാണിക്കും. 1960കളുടെ അവസാന കാലങ്ങളിൽ ശ്രീല പ്രഭുപാദർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വൻ നഗരങ്ങളിലെല്ലാം വമ്പിച്ച രീതിയിലുള്ള രഥയാത്രകൾക്ക് തുടക്കം കുറിക്കുന്നതും അവിടെയെല്ലാം ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ക്ഷേത്രങ്ങളിൽ രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് നിലനിർത്തുന്നതുമെല്ലാം ലോകം കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇക്കാണുന്നതെല്ലാം എന്നെ എൻ്റെ അച്ഛനാണ് പഠിപ്പിച്ചത്. കൂടാതെ കൃഷ്ണാവബോധ പ്രവർത്തനത്തിനു വേണ്ടി താൻ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കാത്ത ഒരേയൊരു സുപ്രധാന കാര്യം മാത്രമേ ഉള്ളൂ. ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ രചനയും മുദ്രണവും അവയുടെ വിതരണവും. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായത് പിന്നീട് അദ്ദേഹം കണ്ടുമുട്ടിയ സ്വന്തം ആധ്യാത്മിക ഗുരുവിൽ നിന്നുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ അഭയ്ക്ക് വേണ്ടി താനുമായി ബന്ധമുള്ള വാണിജ്യ കുടുംബത്തിൽപ്പെട്ട രാധാറാണി ദത്ത എന്ന കുട്ടിയുമായി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. തൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെ പല വർഷങ്ങൾ അഭയ് തൻ്റെ കുടുംബത്തോടൊപ്പവും രാധാറാണി ദത്ത അവരുടെ കുടുംബത്തോടൊപ്പവുമാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും അദ്ദേഹത്തിന് ഉടൻ ഏറ്റെടുക്കേണ്ടതായി വന്നില്ല. ആദ്യത്തെ ലക്ഷ്യം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്നതായിരുന്നു. എന്നാൽ തൻ്റെ കോളേജ് ജീവിതത്തിൻ്റെ 4ാം വർഷം ആയപ്പോൾ കോളേജിൽ നിന്നും ബിരുദ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന കാര്യത്തിൽ അഭയുടെ മനസ്സിൽ വിമുഖത ജനിക്കുകയായിരുന്നു. ഭാരതത്തിൽ അക്കാലത്ത് പ്രബലമായിരുന്ന സ്വരാജ്യ പ്രസ്ഥാനത്തോടും അതിൻ്റെ ഭാവനകളോടും അദ്ദേഹത്തിന് താല്പര്യം വർദ്ധിച്ചു വരികയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സ്വയംഭരണ സർക്കാരുകളെയും ലക്ഷ്യമാക്കിയുള്ള ഇന്ത്യൻ ജനതയുടെ പോരാട്ടത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം തുടച്ചു നീക്കുന്നതിലേക്കായി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവായ സുഭാഷ് ചന്ദ്രബോസും അഭയും ഒരേ കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പിന്താങ്ങേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും കടമയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ 1 വർഷം ജൂനിയറായ അഭയ് അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ ആരംഭിച്ചു. ബോസിൻ്റെ ആധ്യാത്മികതയിലുള്ള വിശ്വാസവും അത്യുത്സാഹവും ദൃഢനിശ്ചയവുമെല്ലാം അഭയെ ആകർഷിച്ചു. അഭയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഇല്ലായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്ന ആശയം അദ്ദേഹത്തിന് അനുയോജ്യമായി തോന്നി. സ്വരാജിലേക്കുള്ള ആഹ്വാനവും സ്വാതന്ത്ര്യവുമെല്ലാം ഗുപ്തമായ രീതിയിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നതെങ്കിലും ഭൂരിപക്ഷം പേരും അതിനോട് യോജിക്കുന്നതായാണ് കാണാനിടയായത്. അഭയും അതിലൊരാളായി എന്നു മാത്രം. പ്രത്യേകിച്ചും മോഹൻദാസ് കെ ഗാന്ധിയോടായിരുന്നു അഭയ്ക്ക് താല്പര്യം. ഗാന്ധി എല്ലായ്പ്പോഴും ഒരു ഭഗവത്ഗീത കൊണ്ടു നടക്കുകയും മറ്റേത് പുസ്തകത്തെക്കാളും ഭഗവത്ഗീതയാണ് തൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയെന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്യുമായിരുന്നു. വ്യക്തിപരമായ ജീവിതചര്യയിലും അദ്ദേഹം വളരെ ശുദ്ധനായിരുന്നു. ലഹരി പദാർത്ഥങ്ങൾ, മാംസാഹാരം, അവിഹിത ലൈംഗിക ബന്ധം എന്നിവയിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടുനിന്നിരുന്നു. വളരെ ലളിതമായ സാധുജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിന് എവിടെയും കാണപ്പെടുന്ന ഭിക്ഷാടനക്കാരായ സന്യാസിമാരേക്കാൾ എത്രയോ ഉന്നതമായ ആധികാരികതയാണുള്ളത് എന്ന് അഭയ് നിരൂപിച്ചു. ഓരോ വ്യക്തിയുടെയും കർമ്മപഥത്തിൽ ആധ്യാത്മികതയെ കൊണ്ടുവരിക എന്ന ആദർശത്തെ സത്യമാക്കി തീർക്കാൻ ഒരുപക്ഷെ ഗാന്ധിയെ കൊണ്ട് സാധിച്ചേക്കുമെന്ന് അഭയ് വിചാരിച്ചു. ഭാരതീയരായ കോളേജ് വിദ്യാർത്ഥികളോട് തങ്ങളുടെ പഠനം ത്യാഗം ചെയ്യാനായി ഗാന്ധി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാരാൽ നടത്തപ്പെടുന്ന ഈ വിദ്യാലയങ്ങൾ
തങ്ങളിൽ അടിമത്ത മനോഭാവം വളർത്തുമെന്നും അതുവഴി കാലക്രമേണ ഇന്ത്യൻ യുവാക്കൾ അവരുടെ കൈകളിലെ കളിപ്പാവകളായി തീരും എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അതേസമയം കോളേജ് ബിരുദം എന്നതാണ് ഒരുവൻ്റെ പിന്നീടുള്ള തൊഴിൽ ജീവിതത്തിൻ്റെ ഏക ആധാരമെന്നും അബേയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ 1920 പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അഭയ് സ്വന്തം ആശയങ്ങളുടെ വിലയിരുത്തൽ നടത്തുകയും അങ്ങനെ പരീക്ഷ പാസ്സായതിനു ശേഷം തൻ്റെ ബിരുദപത്രം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഗാന്ധിയുടെ ആഹ്വാനത്തോടുള്ള അനുഭാവം പ്രകടമാക്കുകയും ചെയ്തു. തുടരും. ഹരേ കൃഷ്ണ.